بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك، والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ദീനിൻ്റെ ഉയർച്ചയും വിദ്യാർത്ഥി യുവ സമൂഹത്തിൻ്റെ ധാർമ്മിക സംരക്ഷണവും ലക്ഷ്യം വെച്ചുകൊണ്ട് ഏറ്റവും സജീവമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക ആത്മീയ സമുച്ചയ സംഗമത്തിൻ്റെ അഥവാ സാഹിത്യോത്സവിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത്തരമൊരു വേദി ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്. അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ മതം, ദീൻ, ഇസ്ലാം ഒന്നു മാത്രമാണ്. ഇസ്ലാം അല്ലാത്ത ഒരു പ്രത്യയശാസ്ത്രത്തെ ഒരാൾ മതമായി അംഗീകരിച്ചാൽ, ദീൻ ആയി സ്വീകരിച്ചാൽ, അല്ലാഹുവിങ്കൽ പരിഗണിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, പാരത്രിക ലോകത്ത് അവർ പരാജിതരാണ്. ലോകത്തെ ഏറ്റവും പ്രയുക്തമായി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധമായ ഇസ്ലാം സർവലോകത്തിൻ്റെയും ക്ഷേമവും മോക്ഷവും എല്ലാ മനുഷ്യരുടെയും നന്മയും മോചനവും ലക്ഷ്യം വെക്കുകയാണ്. ലോകത്തിൻ്റെ അധികാരിയായ സർവേശ്വരനായ സകലതിൻ്റെയും സ്രഷ്ടാവും പരിപാലകനുമായ
അല്ലാഹു തആല ഇരുലോകമോക്ഷത്തിനും നിദാനമായി സമർപ്പിച്ചിട്ടുള്ളതാണ് വിശുദ്ധമായ ഇസ്ലാം. ഇസ്ലാം മനുഷ്യൻ്റെ ജീവിതത്തിലെ സകല തലങ്ങളെയും പരാമർശിക്കുകയും നിരീക്ഷിക്കുകയും ആവശ്യമായ നിയമങ്ങളും വ്യവസ്ഥിതികളും കൊണ്ട് ഭദ്രമാക്കുകയും ചെയ്തിരിക്കുന്നു. ആരാധനാലയങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന കേവലമായ ചില കർമ്മങ്ങളും ചില മന്ത്രങ്ങളും ചില അനുഷ്ഠാനങ്ങളും മാത്രമല്ല മതം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും നിരീക്ഷിക്കുകയും ആവശ്യമായ നിയമങ്ങളും നിഷ്ഠകളും വ്യവസ്ഥിതികളും നിർദ്ദേശങ്ങളും കൽപ്പനകളും അനുശാസനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യവഹാര മേഖലകളിലെ നിയമരീതികളും എല്ലാം മതം നിരീക്ഷിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ എല്ലായിടത്തും സംവിധാനിക്കുകയും ചെയ്യുന്നു. ആധുനിക യുഗത്തിലെ മനുഷ്യൻ ഏതൊക്കെ പഠന വിഷയങ്ങളെയാണ് സമീപിക്കുന്നത്, അവിടെയെല്ലാം ഇസ്ലാം വ്യക്തമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയാണ്. ചില ആളുകൾ മതപണ്ഡിതന്മാരോട്, വിദ്യാർത്ഥികളോട് നിസ്കാരത്തിൻ്റെ നിയമങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചേക്കാം. വ്രതാനുഷ്ഠാനത്തിൻ്റെ നിയമങ്ങൾ അന്വേഷിച്ചേക്കാം. ആരാധനാകർമ്മങ്ങളുടെ നിയമങ്ങളും നിഷ്ഠകളും അറിയാൻ ആവശ്യപ്പെട്ടേക്കാം. എന്നാൽ ഇസ്ലാമിനോട് കാലവും ജനതയും ചോദിക്കുന്ന ചോദ്യങ്ങൾ കേവലമായ ചില മന്ത്രങ്ങളെയും ആരാധനകളെയും മാത്രം ഉൾക്കൊള്ളുന്നതല്ല. ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾ വർഷാനുവർഷം നൽകേണ്ട നിർബന്ധമായ ധർമ്മങ്ങളെ ആർക്ക് ഏതു വിധേനെ നൽകണം എന്ന് മതപണ്ഡിതനോട് അന്വേഷിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സാമ്പത്തികമായി ആനുകാലിക യുഗത്തിൽ പുതുതായി വരുന്ന മുഴുവൻ വിഷയങ്ങളിലും മതത്തിൻ്റെ ദർശനങ്ങളെയും വീക്ഷണങ്ങളെയും അറിയാൻ പരമാവധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതിനനുസൃതമായി ഇടപെടാൻ താൽപ്പര്യപ്പെടുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾ ഉപേക്ഷിച്ചിട്ട് പോയ സ്വത്ത് ഏതനുപാതത്തിൽ ആർക്കൊക്കെ നൽകണം എന്ന് അന്വേഷിക്കുവാൻ വിശ്വാസികളായ ആളുകൾ മതപണ്ഡിതനെ സമീപിക്കുന്നു. അല്ലെങ്കിൽ മതത്തിൻ്റെ നിർദ്ദേശങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് അനുസൃതമായി പ്രവർത്തിക്കുന്നു.
ഇതുപോലെ ജീവിതത്തിൻ്റെ സകല തലങ്ങളെയും നിയമാനുസൃതമായി സമീപിക്കുവാൻ ഇസ്ലാം അതിൻ്റെ സമ്പൂർണമായ ദർശനത്തെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് തുറന്നു വച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി ഒരു സംശയ നിവാരണത്തിന് വേണ്ടി വിളിച്ചു. അവർക്കറിയേണ്ടത് പരിശുദ്ധമായ ഇസ്ലാം ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നാണ്. ഏതു വിഷയത്തിൽ? നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ ഏതൊക്കെ എന്നറിയാനല്ല, വ്രതാനുഷ്ഠാനത്തിൻ്റെ നിയമങ്ങൾ ഏതൊക്കെ എന്നറിയാനല്ല, എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, ഇതുവരെയും സന്താന ഭാഗ്യം ഉണ്ടായിട്ടില്ല, പരിശോധനകൾ ഏറെ നടത്തി, ഇനി ആർട്ടിഫിഷ്യലായി എനിക്ക് ഗർഭം ധരിക്കാൻ പറ്റുമോ? ഇതറിയാൻ വേണ്ടിയാണ് ഒരു സഹോദരി വിളിച്ചത്. അവർക്കറിയേണ്ടത് പരിശുദ്ധമായ ഇസ്ലാം ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നാണ്. ഞാൻ അവരോട് അന്വേഷിച്ചു, കൃത്രിമമായ ഗർഭധാരണം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് പല രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങൾ ഇവിടെയുണ്ട്. IVF പോലെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ചികിത്സാ മുറകൾ. ഇതിലേതിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവർ പറഞ്ഞു, അതൊന്നുമല്ല. വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവിന് സന്താനലബ്ധിക്ക് യോഗ്യമായ ശാരീരിക അവസ്ഥയല്ലാത്തതിനാൽ മറ്റൊരു പുരുഷന്റെ ബീജം ഈ സ്ത്രീയുമായി അണ്ഡവുമായി സങ്കലനം നടത്തി ഈ സഹോദരിയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിച്ച് ഒരു കുഞ്ഞിനു ജന്മം നൽകിയാൽ അതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ഈ വിഷയമായി കൂടുതൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുകയല്ല. മോഡേൺ ബയോളജി ഇടപെട്ടുകൊണ്ട് ഗൗരവതരമായി ചർച്ച ചെയ്യുകയും ലോകത്ത് തന്നെ നിരവധി മാറ്റങ്ങൾക്കും പുതിയ അന്വേഷണങ്ങൾക്കും വഴി തുറക്കുകയും ചെയ്ത ബീജബാങ്കിന്റെയും ബീജദാനത്തിന്റെയും ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെയും സന്താനോൽപാദന കൃത്രിമ മാർഗങ്ങളുടെയും എല്ലാം പശ്ചാത്തലത്തിൽ ഇസ്ലാം എന്ന മതത്തിന്റെ ആളുകളോട് ചോദിക്കുകയാണ്, ഇതിന്റെ മതകീയമായ മാനം എന്താണ്? ഇങ്ങനെ ഒരു സഹോദരിക്ക് ഗർഭധാരണം സ്വീകരിക്കാമോ? ഒരു അന്വേഷകനും ഒരു വിദ്യാർത്ഥിക്കും പരിഭ്രമിക്കേണ്ടതില്ല. അത് നിങ്ങളുടെ ലൈംഗികമായ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങളുടെ സ്വകാര്യാവകാശവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് മതത്തിൽ പ്രവേശനമില്ല എന്നു പറഞ്ഞ് ഒഴിയേണ്ട അവസ്ഥ ഒരു ഇസ്ലാമിക വിദ്യാർത്ഥിക്ക് വരുന്നില്ല. കാരണം എന്തുകൊണ്ട്? പരിശുദ്ധമായ ഇസ്ലാം വളരെ പ്രത്യേകമായി ഈ വിഷയത്തെ പരാമർശിക്കുകയും ഇന്നലകളിൽ കഴിഞ്ഞുപോയ ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാർ കാലങ്ങൾക്ക് മുമ്പ് വരാനുള്ള വിഷയത്തെ സങ്കൽപ്പിച്ച് മറുപടി പറയുകയും ചെയ്ത വിധത്തിൽ ഇത്തരം ഒരു ഗർഭധാരണത്തെയും ബീജസങ്കലനത്തെയും
പഠന വിഷയമാക്കുകയും പരിഹാരം എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, മറ്റൊരാളുടെ ബീജം അങ്ങനെ സ്വീകരിച്ച് ഗർഭധാരണം നടത്തുന്നത് ശരിയാവില്ല. നിങ്ങളുടെ ഭർത്താവിൻ്റേതു തന്നെയാണെങ്കിൽ സ്വീകരിക്കാവുന്നതും സ്വീകരിക്കാൻ പറ്റാത്തതുമായ മാനങ്ങളും മാനദണ്ഡങ്ങളുമുണ്ട്. മറ്റൊരാളുടെ കുഞ്ഞിന് നിങ്ങൾ ജന്മം നൽകാൻ ഉദ്ദേശിക്കുകയാണ് ഈ പറഞ്ഞ വിധത്തിൽ. അതുകൊണ്ട് നീതിനിഷ്ഠമായി മതത്തിൻ്റെ നിയമത്തെ പാലിക്കാനും അള്ളാഹുവിൻ്റെ വിധിയിൽ സമാധാനിക്കാനും അവൻ അനുഗ്രഹം നൽകുന്നവനാണ്, അവൻ്റെ ദാനത്തെ പ്രത്യാശിക്കാനും അവരോട് പറഞ്ഞവസാനിപ്പിച്ചു. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഈ വിഷയത്തിൽ ഇസ്ലാമിന് എന്ത് പറയാനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒരു മതവിദ്യാർത്ഥിക്ക് അതിൽ ആകുലപ്പെടാനില്ല, വ്യാകുലപ്പെടാനില്ല. ചൊവ്വയിലേക്കുള്ള സീറ്റ് ബുക്കിംഗ് പുരോഗമിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യം 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അവിടേക്ക് പോകുന്ന ആളുകളുടെ ആരാധനാക്രമങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ന്യായമായും ഒരു സംശയത്തിന്റെ വേദി വരികയാണ്. ഭൗമോപരിതലത്തിൽ ഉള്ള ഭൂമിയിൽ നിലകൊള്ളുന്ന കഅബാലയത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 5 നേരത്തെ ആരാധനകൾ നിർബന്ധമായും നിർവഹിക്കുന്നത്. ഉപരിലോക സഞ്ചാരികൾ എവിടേക്ക് തിരിഞ്ഞ് ആരാധന നടത്തണം, ഇതിനെക്കുറിച്ച് കാലങ്ങൾക്ക് മുമ്പ് അന്വേഷണം നടത്തി ഇസ്ലാമിക പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായ നിയമം എഴുതി വെക്കുവാൻ നമ്മുടെ കർമ്മശാസ്ത്ര വിശാരദന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാം മനുഷ്യജീവിതത്തിന്റെ ആധുനികവും സ്വകാര്യവും വിശാലവും ന്യൂനവും സൂക്ഷ്മവും ആയ എല്ലാ തലങ്ങളെയും പരിശുദ്ധമായ ഇസ്ലാം ഉപാസിക്കുകയും ഉപാധികളും നിയമങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇത്ര സമ്പൂർണമായ ഒരു മതത്തെയാണ്, ഇത്ര പരിപൂർണമായ ഒരു പ്രത്യയശാസ്ത്രത്തെയാണ് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ശാസ്ത്രീയ ലോകം അന്യഗ്രഹങ്ങൾ വാസയോഗ്യമാണോ എന്ന പഠനത്തിന് പുതിയ പേടകങ്ങളെ ഇന്നും നമ്മൾ വായിക്കുകയാണ്. ഇവിടെയെല്ലാം ഒരു ഇസ്ലാമിക പഠിതാവിന്, ഒരു പണ്ഡിതന്, ഒരു അന്വേഷകന് ആവശ്യമായ നിയമങ്ങളാൽ, അനുസൃതമായ കാഴ്ചപ്പാടുകളാൽ മതത്തിനതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞ് പുറംതിരിയാൻ പറ്റാത്ത വിധത്തിൽ കരുത്തു നൽകുന്ന, നിമിഷാനുനിമിഷം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന മതമാണ് നിത്യനൂതനമായ സർവതല സ്പർശിയായ രീതിശാസ്ത്രങ്ങളുടെ സമീക്ഷയാണ് പരിശുദ്ധമായ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ ലക്ഷ്യം ലോകത്തിന് മുഴുവനുമുള്ള സമാധാനം. ഇസ്ലാം ഒരു നിയമത്തെ ലോകത്തിന്റെ മുമ്പിലേക്ക് വെക്കുന്നത് സമൂഹത്തിന്റെയും വ്യക്തിയുടെയും ശാന്തിയും സമാധാനവും ഐശ്വര്യവും ക്ഷേമവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. സ്വകാര്യ ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ സാമൂഹിക ജീവിതത്തിലോ അപകടങ്ങളോ അപസ്വരങ്ങളോ ഉണ്ടാകുന്ന ഒരു വീക്ഷണത്തെയും വിശ്വാസത്തെയും ഒരു കർമ്മത്തെയും അനുഷ്ഠാനത്തെയും ഒരു ആചാരത്തെയും ഒരു കർമ്മത്തെയും ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല. അത് ഇസ്ലാമിനെ അറിയുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്ര സമ്പൂർണമായ ഇസ്ലാമിനെ കാലോചിതമായ ഒരു അവതരണത്തിന്റെ, സുതാര്യമായ ഒരു പ്രബോധനത്തിന്റെ,
എല്ലാവരുടെയും മുമ്പിൽ സുമോഹനമായി അതിനെ കാഴ്ചവെക്കുന്നതിൻ്റെ ഇന്നലകളിൽ നമ്മുടെ മുൻഗാമികൾ കാണിച്ച കണിശതയും കൃത്യതയും ജീവിത ശുദ്ധിയുമാണ് പവിത്രമായ ഇസ്ലാമിനെ ലോകോത്തരമായി സ്വീകാര്യയോഗ്യമായ വിധത്തിൽ പ്രചാരം സാധ്യമാക്കിയത്. അങ്ങനെ ആദ്യകാലം ഇസ്ലാം സ്വീകരിക്കാൻ നിയുക്തരായ അഗ്രേസരന്മാരായ പണ്ഡിതന്മാരുടെയും പ്രവാചക ശ്രേഷ്ഠരുടെ ശിഷ്യന്മാരുടെയും ആഗമനം കൊണ്ട് പുളകമണിഞ്ഞ നാടാണ് കേരളത്തിൽ, വിശിഷ്യ കോഴിക്കോട്, പ്രത്യേകിച്ച് ചാലിയം പരിസര പ്രദേശങ്ങളെല്ലാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സമ്പൂർണമായ മതത്തിന്റെ സ്വീകർത്താക്കളും പ്രചാരകരും അനുഭാവികളും ഗുണഭോക്താക്കളുമായി നമ്മുടെ സമൂഹം പരിലസിച്ചു നിൽക്കുമ്പോൾ ഇസ്ലാമിനെ വളരെ വ്യക്തമായി അറിയാനും പഠിക്കാനുമുള്ള വേദികൾ കൂടുതലായി സ്ഥാപിക്കപ്പെടേണ്ട കാലങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൻ്റെ ഏറ്റവും സുതാര്യവും സുമോഹനവുമായ തലങ്ങളെയാണ് പൗരാണികരായ പണ്ഡിതരുടെ പാദസ്പർശങ്ങളെ കൃത്യമായി സ്വീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശ്രേഷ്ഠന്മാരായ ഉസ്താദുമാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വരാം, ഇങ്ങനെ സമ്പൂർണമായ ഒരു ഇസ്ലാം നമ്മുടെ കയ്യിൽ. അതുപോലെ തന്നെ എൻ്റെ വിശ്വാസികളായ സഹോദരങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കയ്യിലുള്ള മതം പരിപൂർണമായ മതം, നമ്മുടെ കയ്യിലുള്ള പ്രത്യയശാസ്ത്രം മനുഷ്യന്റെ നിഖില സകല തലങ്ങളെയും നിയമങ്ങളുടെയും നിഷ്ഠകളുടെയും നിർദ്ദേശങ്ങളുടെയും കൽപ്പനകളെയും കർമ്മകാണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയ ആദർശത്തിന്റെ വക്താക്കൾ. ലോകത്ത് നോക്കിയാൽ വിശ്വാസികൾക്ക് എത്ര രാഷ്ട്രമാണുള്ളത്? ഇസ്ലാമിക രാജ്യങ്ങൾ പരന്നു കിടക്കുകയാണ്. ഇസ്ലാമിക ഭരണാധികാരികൾ എല്ലായിടത്തും കാണുകയാണ്. അതുപോലെ തന്നെ ലോക സാമ്പത്തിക മാന്ദ്യം വിവിധ രാജ്യങ്ങളെ, വികസിത പാശ്ചാത്യ രാജ്യങ്ങളെ വരെ പിടിച്ചുകുലുക്കിയപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് കരുത്തോടുകൂടി സാമ്പത്തിക ഭദ്രതയോടുകൂടി നിലനിൽക്കാൻ കഴിഞ്ഞു എന്ന് ഈ കഴിഞ്ഞ സാമ്പത്തിക മാന്ദ്യ കാലയളവിൽ നാം വായിച്ചതാണ്. അതുപോലെ ലോകത്തുള്ള മുതലാളിമാർ, ഒന്നാം കിട മുതലാളിമാരുടെ ലിസ്റ്റിൽ UAE-യിലെ 3 ഭരണാധികാരികളുടെ പേരുകൾ നാം വായിക്കുന്നു. ഏറെ അറബ് രാജ്യത്തിന്റെ വക്താക്കളെയും ഇസ്ലാമിക പ്രതിഭകളെയും സമ്പന്നതയുടെ പ്രാഥമിക ലിസ്റ്റിൽ തന്നെ നാം അറിയുകയും വായിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഈ ചുറ്റുപാടുകളെല്ലാമുള്ള ഇസ്ലാമികമായി ഭദ്രമായ ഒരു ആദർശത്തിന്റെ വക്താക്കളാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പ്രയുക്തമായ പ്രത്യയശാസ്ത്രമുള്ള, സാമ്പത്തികമായ ഭദ്രതയുടെയും അധികാരപരമായ മുന്നേറ്റത്തിന്റെയും അവകാശങ്ങൾ മുമ്പിൽ വെക്കാനുള്ള അറബ് രാജ്യങ്ങളുടെയും ഇസ്ലാമിക രാജ്യങ്ങളുടെയും നടുവിൽ മുസ്ലിം ലോകം ഇന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വേദനകൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും സ്വസ്ഥവും സ്വച്ഛന്തവുമായി ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സിറിയയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അല്പം വായിച്ചെങ്കിലും നമ്മൾ അറിയുന്നില്ലേ? ഏതെങ്കിലുമൊക്കെ മീഡിയകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നില്ലേ? പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സിറിയയുടെ വർത്തമാനങ്ങൾ ഏറെ പ്രയാസകരവും വേദനാജനകവുമാണ്. എന്നാൽ ചില ആളുകൾ വിചാരിക്കും, അത് സിറിയയിലല്ലേ, നമ്മുടെ ഈ കടലുണ്ടിയിൽ നമുക്കെന്ത് പ്രയാസമാണുള്ളത്, നമുക്കതൊന്നും ബാധകമല്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. ഇല്ല, സിറിയ എന്ന് പറയുന്ന രാജ്യത്തെ
രാജ്യത്തെ വെച്ചുകൊണ്ട് നോക്കിയാൽ മുസ്ലിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന പ്രദേശമല്ല. കാരണം പൗരാണികമായ ഷാം ഇന്ന് വ്യത്യസ്തങ്ങളായ രാജ്യത്തെ ഭൂപ്രദേശങ്ങളിലാണ് കിടക്കുന്നതെങ്കിൽ ആ ഷാം പ്രവിശ്യ ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ സഞ്ചാരം കൊണ്ട്, പാദസ്പർശം കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, അവിടുത്തെ തിരു ശരീരത്തിന്റെ കടന്നുവരവ് കൊണ്ട്, അവിടുത്തെ മുഅ്ജിസാത്തുകൾ അനുഭവിച്ച അത്യത്ഭുതകരമായ മുഹൂർത്തങ്ങൾ കൊണ്ട് ഒരു വിശ്വാസിക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ചരിത്രം പുളകമണിഞ്ഞുകൊണ്ട് അനുഭവിച്ച രാജ്യമാണ് സിറിയ. അതുകൊണ്ട് സിറിയ എന്ന് പറയുന്ന രാജ്യത്തെ ഇസ്ലാമിക ചരിത്രാന്വേഷണത്തിൽ നിന്ന് മാറ്റിവെക്കാൻ സാധ്യമല്ല. ഏറെ പണ്ഡിതന്മാരും അതിലേറെ ആത്മീയ ഗുരുക്കളും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെയും രചനാശാസ്ത്രങ്ങളുടെയും സാന്നിധ്യമറിഞ്ഞ സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ എത്ര വലുതാണ്, ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ എത്ര വലുതാണ്. ഈ സിറിയയിലെ വേദനകളെയും യാതനകളെയും പാടില്ല എന്ന കരുത്തോടുകൂടി പറയാൻ സാമ്പത്തികാധികാര ശേഷിയുള്ള അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്കും അധികാരികൾക്കും എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മുടെ കയ്യിൽ അധികാരത്തിന്റെ പരിമിതിയാണോ? അല്ല. സാമ്പത്തികമായ പരിമിതിയാണോ? അല്ല. നമ്മുടെ പക്കൽ ന്യായമില്ലാത്തതിന്റെ കുറവാണോ? അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട രാജ്യത്തെ ഞെക്കിക്കൊല്ലുന്ന, അല്ലെങ്കിൽ 11% വരുന്ന ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയായ ഷീഈ വിഭാഗത്തിലെ, അലവി വിഭാഗത്തിലെ അക്രമിയായ ഭരണാധികാരി ബഷാറുൽ അസദിനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പോലും എന്തുകൊണ്ട് മറ്റ് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾക്ക് പോലും കഴിയുന്നില്ല? അങ്ങനെ അങ്ങ് മാറ്റിവെക്കാൻ പറ്റുന്നതാണോ അവിടുത്തെ സംഭവങ്ങൾ? അല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ ഈജിപ്ത് എന്ന് പറയുന്ന ഇസ്ലാമിക നാഗരികതയുടെയും പ്രവാചക പരമ്പരകളുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ പ്രവാചക പുങ്കവന്മാരുടെ കടന്നുവരവിന്റെയും നടന്നുപോക്കിന്റെയും വിശ്രമത്തിന്റെയും സായുജ്യമണിയുന്ന ഈജിപ്ത് എന്ന ചരിത്ര നഗരിയിൽ അതുല്യമായ വിധത്തിൽ അക്രമ സംഭവങ്ങളും പീഡനങ്ങളും യാതനകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നടക്കുന്നത് കൃത്യമായി ഒന്ന് റിപ്പോർട്ട് ചെയ്ത് അറിയാൻ പോലുമുള്ള സാഹചര്യങ്ങൾ ഇവിടെയില്ല എന്നത് ഏറെ യാതനാജനകമായ കാര്യമാണ്. ഏതൊക്കെയോ വിധത്തിൽ പൊട്ടും പൊടിയുമായി അറിയുന്ന താൽക്കാലിക വർത്തമാനങ്ങൾ പോലും നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന വേദനയുടെയും പീഡനത്തിന്റെയും അക്രമത്തിന്റെയും ആഴവും പരപ്പും എത്രയാണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. വ്യവസ്ഥാപിതമായ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിലൂടെ കൃത്യമായ വാർത്തകളും വൃത്താന്തങ്ങളും നമ്മൾ അറിയുന്നില്ല. അതിൻ്റെ ഇടയിലും ചെറു ചില്ലറകൾ അറിയുമ്പോഴേക്ക് അവിടെ നടമാടുന്ന നായാട്ടുകളുടെ നരകീയമായ ഭാവങ്ങളെ, പ്രിയമുള്ളവരെ, എത്ര ആഴമുള്ളതാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമുക്ക് സഹിക്കാൻ കഴിയുന്ന വർത്തമാനങ്ങളാണോ? പള്ളിയുടെ അകത്തലത്തിലുള്ളവരെ മുഴുവനും ചുട്ട് ചാമ്പലാക്കുകയും കൊന്നുകളയപ്പെട്ടവരുടെ ഡെഡ് ബോഡികൾ ഏറ്റുവാങ്ങാൻ ആളില്ലാതിരിക്കുകയും ഒരു രാജ്യത്തിന്റെ സേന മുഴുവനും അവിടുത്തെ സിവിലിയന്മാർക്കെതിരെ നിറയൊഴിക്കാൻ തുടങ്ങുകയും ചെയ്താൽ എന്താണ് അവിടുത്തെ ജനങ്ങളുടെ ഗതി? എന്താണ് അവിടുത്തെ ജനതയുടെ വേദന? നമുക്കറിയാൻ കഴിയുമോ സഹോദര? ഈ വിധത്തിലെല്ലാം വരുമ്പോൾ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തേക്ക് നിർണായകമായും കൃത്യമായും ഇടപെടാൻ എന്തുകൊണ്ടൊരു രാജ്യത്തിനും കഴിയുന്നില്ല? എന്തുകൊണ്ടൊരു വ്യവസ്ഥിതിക്കും സാധിക്കുന്നില്ല? ക്രിയാത്മകമായ ഇടപെടലിലൂടെ ശാന്തത വരുത്തുവാൻ എന്തുകൊണ്ട് നമ്മുടെ ലോക ചുറ്റുപാടുകൾക്ക് സാധിക്കുന്നില്ല? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതുമാത്രമല്ല, ഏതൊക്കെയോ ചില താൽക്കാലികമായ സൗന്ദര്യ പിണക്കങ്ങളെയും
ഇടപാടു ശാസ്ത്രങ്ങളെയും ഇവിടെയുള്ള രാഷ്ട്രീയ നീക്കുപോക്കുകളെയുമെല്ലാം നാഴികയ്ക്കു 40 വട്ടം തലനീരിഴകീറിയിട്ട് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മീഡിയകൾ എന്തുകൊണ്ട് ഈജിപ്തിലെ ജനതയുടെ വേദനയും മനുഷ്യന്റെ വിലയും ഒരു സാമൂഹിക ചർച്ചയ്ക്ക് പോലും വിധേയമാക്കുന്നില്ല? നമ്മൾ അറിയുന്നുണ്ടോ? സിറിയയിലെയും ഈജിപ്തിലെയും ഫലസ്തീനിലെയും ഇസ്രയേലുകാരന്റെ കമാനങ്ങളും കൊട്ടാരങ്ങളും ഫലസ്തീനിന്റെ ഭൂമികയിൽ ഇനിയും പില്ലർ താത്തുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന ജന്മനാട്ടിൽ അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ, ആയുധമറിയാത്തവർ, ആയുധമില്ലാത്തവർ, അക്രമമറിയാത്തവർ, ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഇരയാക്കപ്പെടുകയും മാത്രം ചെയ്യുന്നവർ, എപ്പോഴും ആരുടെയോ ചാട്ടുളികളുടെ മുമ്പിൽ ചിതറിത്തെറിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ, അവരുടെ യാതനയും വേദനയും ഇസ്രയേലുകാരന്റെ ബങ്കറുകളും ടാങ്കറുകളും കമാനങ്ങളും കൊട്ടാരങ്ങളും പുതുതായി പതിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുമ്പോ ആ കൊച്ചു രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ ഒന്ന് സാന്ത്വനിപ്പിക്കുവാൻ എന്തുകൊണ്ട് ഇവിടുത്തെ മീഡിയകളിൽ ചർച്ച വരുന്നില്ല? വിശാലമായി നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഈ വേദിയിൽ ദീർഘിപ്പിക്കുന്നില്ല. അതിൻ്റെ ചില മതകീയമായ ആത്മീയമായ മാനങ്ങളെ മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഇവിടെ ഗൗരവതരമായ ചർച്ചകൾക്ക് എന്തുകൊണ്ട് വിധേയമാകുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ ഗൗരവതരമായ ഇടപെടലുകൾ ലോകരാഷ്ട്രങ്ങൾക്കും ഐക്യരാഷ്ട്ര സംഘത്തിനും അല്ലെങ്കിൽ UN ഒക്കെ ഒന്ന് ഇടപെടാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ രാഷ്ട്രത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ മതത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ ഭാഷയുടെയോ വ്യതിയാനങ്ങളെയും വ്യതിരിക്തതകളെയും അടിസ്ഥാനപ്പെടുത്തിയല്ല ചോദിക്കുന്നത്. അവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ വില നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ബഷാറിനു കലിയിളകിയാൽ മരിച്ചു വീഴുന്നത് സിറിയയിലെ സിവിലിയന്മാർ. അമേരിക്കക്കാരന്റെ ബോംബറുകൾ പതിച്ചാൽ അവിടെയും മരിച്ചു വീഴുന്നത് സിവിലിയന്മാർ. ഇനി ഇസ്രയേലുകാരൻ മാരകായുധങ്ങളുമായി വന്നാൽ അവിടെയും മരിച്ചു വീഴുന്നത് സിവിലിയന്മാർ. പട്ടാളക്കാരന്മാർക്ക് കലിതുള്ളിയാൽ അവിടെയും മരിച്ചു വീഴുന്നത് സിവിലിയന്മാർ. ഒന്നും അറിയാത്ത പാവങ്ങളെ പെണ്ണെന്ന് കുട്ടിയൊന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരെയും അരുങ്കൊല ചെയ്ത് അവസാനം രാസായുധത്തിന് മുമ്പിൽ എല്ലാം കീഴൊതുങ്ങിക്കൊടുക്കുന്ന ഒരു ജനത. രാസായുധ പ്രയോഗം നടത്തിയിട്ടും കരുണയുടെ കണ്ണുകൾ സിറിയയുടെ മണ്ണിലേക്ക് ഗൗരവതരമായി എത്താതിരിക്കുന്നു എന്ന് പറയുമ്പോ മാനുഷികമായ പക്ഷത്ത് നിന്നുകൊണ്ട് ആലോചിക്കുവാൻ നമുക്ക് കഴിയാതെ പോവുകയാണ്. ഇതെല്ലാം വരുമ്പോൾ പ്രിയമുള്ളവരെ, സിറിയയുടെയും ഈജിപ്തിന്റെയും ഫലസ്തീനിന്റെയും ഇതുപോലെയുള്ള ലോകരാഷ്ട്രങ്ങളിലെല്ലാം പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് മുസ്ലിങ്ങൾ വേദനയുടെയും യാതനയുടെയും കയത്തിൽ കിടന്ന് കയ്പുനീരുകൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ മതകീയമായ ഒരു വേദിയുടെ പക്ഷത്ത് നിന്ന് ആത്മീയതയെ ദാഹിച്ചു വന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ന്യായമായ ചില ചോദ്യങ്ങളുമായി വരികയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് അധികാരമുണ്ട്, നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട്, നമ്മുടെ കയ്യിൽ ഒരുപാട് നേട്ടങ്ങൾ ഭൗതികമായി പറയാനുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ ഈ രാജ്യങ്ങളെ മുഴുവനും കശക്കി എറിയുകയും ചുരുട്ടിപ്പയറ്റുകയും ചെയ്യുന്ന നേരത്ത് ഇതിനെതിരെ കാര്യമായി ഒന്നിടപെടാൻ നമ്മുടെ രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല, നമ്മുടെ അധികാരികൾക്ക് കഴിയുന്നില്ല, നമ്മുടെ വ്യവസ്ഥിതികൾക്ക് കഴിയുന്നില്ല? എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കാൻ നമുക്ക് സമയമായോ? എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? അവിടെയാണ് ചില ആത്മീയമായ ചോദ്യങ്ങൾ അറിയേണ്ടത്. മുസ്ലിം സമുദായത്തിന് മുഴുവനും ഭൗതികമായ സംവിധാനങ്ങൾ ഏറെയുണ്ട്. പക്ഷേ അവരുടെ മൗലികമായ യോഗ്യത നഷ്ടമായി പോയി. മുസൽമാന്റെ മൗലികമായ യോഗ്യത ഏതാണ്? വിശ്വാസിയുടെ മൗലികമായ യോഗ്യത ഏതാണ്? അവന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ഏതാണ്? അൽ ഈമാനു ബില്ലാഹ്,
ലോകാധികാരിയായ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ഇന്നലകളിൽ നമ്മുടെ നേതാക്കന്മാരെ ഉയർത്തിയത്. കാലത്തിന്റെ ഇന്നലകളിൽ കടന്നു വന്ന മുഴുവൻ ശക്തികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമ്മുടെ മുൻഗാമികൾക്ക് നൽകിയ കരുത്തിന്റെ അടിസ്ഥാനമേതാണ്? അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. പ്രപഞ്ചാധികാരിയിലുള്ള ഇളകാത്ത, ഇടറാത്ത, പതറാത്ത ആദർശബോധമാണ്. ഈ ആദർശബോധത്തിൽ നിന്ന് മുസൽമാൻ അങ്ങ് മാറിയപ്പോൾ തളികയിൽ പാചകം ചെയ്തു വെച്ച മാംസം പറിച്ചെടുക്കുന്നത് പോലെ ഈ സമുദായം ഓരോ ദിക്കിലേക്ക് വലിച്ചു കീറപ്പെടുകയാണ്. ഒന്നാമതായി അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് എന്താണ്? അൽ ഈമാനു ബില്ലാഹ് യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ. ഓ ഈമാനുള്ളവരെ, ഓ വിശ്വാസികളായ ജനങ്ങളെ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരെ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട സന്ദേശം, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ. വിശ്വാസികളായ നമ്മൾ വിശ്വാസത്തിൽ നിതാന്ത ശ്രദ്ധയുള്ളവരായി മാറണം. എവിടെയും ഈമാനിന് ഇളക്കം വരാൻ പാടില്ല. ആ ഈമാനികമായ ബോധത്തിലേക്ക് വന്നാൽ ഈ സമുദായത്തിന്റെ ആത്മരക്ഷയുടെ അടിസ്ഥാനം അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ഭൗതികമായ ജാടകൾക്ക് വിജയം നേടാൻ സാധ്യമല്ല. കേവലമായ അധികാരങ്ങൾക്ക് നിയന്ത്രണമേറ്റെടുക്കാൻ സാധ്യമല്ല. കേവലമായ ജാടകൾക്ക്, പുറംപൂച്ചുകൾക്ക് ഈ സമുദായത്തെ രക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വരൂ, ഇല്ലൽ ഈമാനി ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം, ലോകാധികാരിയിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് മാത്രമാണ് ജയിക്കാൻ കഴിയുക. അവർക്ക് മാത്രമാണ് പുരോഗമിക്കാൻ സാധിക്കുക. ആ ഈമാനിൽ അധിഷ്ഠിതമായ ഒരു ജനതയ്ക്ക് മാത്രമാണ് വിജയം സാധ്യമാവുക. ഇത് കേവലമായ ഒരു പ്രഖ്യാപനമോ ഒരു പ്രമേയമോ അല്ല. പ്രായോഗികമായി ഇന്നലകളിൽ വിജയം വരിച്ച മഹാന്മാര് മുഴുവനും, അവരുടെ മുഴുവനും അടിസ്ഥാനപരമായ പിന്തുണ പരിശോധിച്ചു നോക്കിയാൽ, പിന്നാമ്പുറം പരിശോധിച്ചു നോക്കിയാൽ, അചഞ്ചലമായ ആദർശബോധത്തിന്റെ അടിക്കല്ലിൽ നിന്നുകൊണ്ട്, പണയം വെക്കാത്ത ഈമാനിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മുന്നേറിയപ്പോൾ അവരെ തോൽപ്പിക്കാൻ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമായിരുന്നില്ല. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഫാത്തിഹുൽ ഖുദ്സ് സലാഹുദ്ദീൻ അയ്യൂബി. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ആരാണ്? ഒരുപാട് രാജ്യങ്ങൾ ഒരുപോലെ ഇളകിമറിയുന്ന രാഷ്ട്രീയ പശ്ചാത്തലം, വൈദേശികന്മാരുടെ ആയുധ പ്രയോഗത്തിന്റെ കൽത്തുരുത്തുകളുടെ മുമ്പിൽ നിൽക്കുന്ന മഹാനവറുകൾ. റോമ രാജ്യത്ത് സലാഹുദ്ദീൻ അയ്യൂബിയെ പരാജയപ്പെടുത്താൻ സലാഡീൻ ടാക്സ്, റോമിൽ നിന്ന് പട്ടാളക്കാരായി വരാൻ കഴിയാത്തവരുടെ വീട്ടിൽ നിന്ന് ഒരു പട്ടാളക്കാരൻ ആവശ്യമായ ചെലവ് നികുതിയായി നൽകണം. ഈ രൂപത്തിൽ റോമ മുഴുവനും ഇളകിയിട്ട് വരുന്നു. ആഭ്യന്തര കലാപത്തിലും കാലുഷ്യത്തിലുമെല്ലാം ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ വരെ ഇളകിമറിയുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഒരു മനുഷ്യൻ വരുന്നു, സലാഹുദ്ദീൻ അയ്യൂബി. മഹാനവറുകളുടെ മനസ്സിലുള്ളത് രമ്യഹർമ്മങ്ങളല്ല, ആ ഭരണാധികാരിയുടെ ഉള്ളിലുള്ളത് കൊട്ടാരങ്ങളല്ല, കമാനങ്ങളല്ല, സപ്രപഞ്ചങ്ങളല്ല, വെപ്പാട്ടികളല്ല, ഇരിപ്പിടങ്ങളല്ല. ആ മഹാന്റെ മനസ്സിലുള്ളത് ഒന്ന് മാത്രമാണ്, എൻ്റെ മുൻഗാമിയായ ആത്മീയമായി ഉയർന്ന മഹാനായ ഭരണാധികാരി നൂറുദ്ദീൻ സിംഗി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എനിക്കൊന്ന് പൂവണിയണമല്ലോ. ആരാണ് നൂറുദ്ദീൻ സിംഗി എന്നറിയണം. മഹാനായ നൂറുദ്ദീൻ ഭരണാധികാരി ആരാണ്?
രാജ്യത്തിൻ്റെ സാരഥ്യവും അധികാരവും കയ്യിലുള്ളപ്പോഴും തഹജ്ജുദ് മുടങ്ങാത്ത മഹാൻ, പാതിരാത്രി എഴുന്നേറ്റിരുന്നു കൊണ്ട് ഔറാദുകൾ പതിവാക്കുന്ന മഹാൻ, അരമനയുടെ അകത്തളത്തിൽ ഒരുപാട് സൗകര്യങ്ങളുടെ കലവറയുള്ളപ്പോഴും ലോകാധികാരിയായ പടച്ചവനാണ് യഥാർത്ഥ അധികാരിയെന്ന് തിരിച്ചറിഞ്ഞ മഹാൻ, പുണ്യപ്രവീണർ, മദീനയുടെ നായകൻ, ലോകത്തിൻ്റെ മുഴുവനും നേതാവ്, കരുണയുടെ അരുണവർഷം കൊണ്ട് മാലോകരുടെ മനതലങ്ങളിൽ മുഴുവനും സ്വീകാര്യതയുടെ